റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ തല്ലിച്ചതച്ച കേസിൽ വീണ്ടും അന്വേഷണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീണിനാണ് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അന്നത്തെ ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജ്, SHO, SA അടക്കം 20ഓളം പോലീസുകാർക്കെതിരെയാണ് പരാതി. അടിയേറ്റ് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് 3 മാസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രവീൺ. മനീഷ് ബഹിബാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ പ്രവീണിനെ മർദ്ദിച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞോ? പ്രവീൺ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടി? ഒരു പ്രധാനപ്പെട്ട കേസിൽ ഇതാ ഇപ്പോൾ രണ്ടാമത്തെ തുടരന്വേഷണം. അത് ആദ്യം KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തെ MLA AD തോമസിനെ അന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിലായിരുന്നു പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ 2024 ജനുവരി 15-നാണ് കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നതിനിടെ MP പ്രവീണിനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഏകദേശം 5 മിനിറ്റോളം സമയം പ്രവീണിനെ മാത്രം 7 ഉദ്യോഗസ്ഥർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് പ്രാഥമികമായ ഒരു FIR രജിസ്റ്റർ ചെയ്തല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം എവിടെയും എത്തിയിരുന്നില്ല. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയപ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ ഇത് കേസെടുക്കണമെന്ന് ഗൗരവമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അപ്പോഴും കേസ് FIR-ൽ തുടരന്വേഷണം ഉണ്ടായില്ല. അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഇപ്പോഴിതാ MP പ്രവീൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ തല്ലിച്ചതച്ച സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. അപ്പോഴാണ് MP പ്രവീണിനെ ഈ പോലീസിൽ നിന്നേറ്റ ക്രൂരമർദ്ദനത്തിന് ഇപ്പോഴിതാ അന്വേഷണത്തിന് കൊല്ലം റൂറൽ SP ചുമതലപ്പെടുത്തിയത്. അന്നത്തെ ആലപ്പുഴ DYSP N ജയരാജ്, SHO, SA അടക്കം 20ഓളം പോലീസുകാർക്കെതിരെയാണ് പരാതി MP പ്രവീൺ രേഖാമൂലം അന്നും ഇപ്പോഴും നൽകിയിട്ടുള്ളത്. ഈ കേസിൽ ഈ ഉദ്യോഗസ്ഥരാരും നിലവിൽ ഇപ്പോൾ ജില്ലയിൽ ജോലിയില്ല. ഈ പറയുന്ന 20 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ലാത്തിയടിയേറ്റ അന്ന് MP പ്രവീൺ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. 3 മാസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നിരുന്നു. അങ്ങനെ ഈ വരുന്ന വെള്ളിയാഴ്ച പ്രവീണിന്റെ മൊഴി രേഖപ്പെടുത്തും. ഈ കേസിൽ ഇപ്പോഴിതാ ഇങ്ങനത്തെ പരാതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ അന്വേഷണമാണ്. ആദ്യം AD തോമസിന്റെ പുനരന്വേഷണമാണെങ്കിൽ അതിന്റെ SIT ഇപ്പോഴത്തെ റിപ്പോർട്ട് നൽകി. MP പ്രവീണിനെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പോലീസുകാർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്.